പ്രിയപ്പെട്ടവരെ, ഈ നവംബർ 7 സൗദി അറേബ്യയിലെ 1975 ആദ്യമായി ആരംഭിച്ച ഇംഗ്ലീഷ് പത്രം അഥവാ അറബ് ന്യൂസ് എന്ന് പറയുന്ന പത്രം ഒരു വളരെ പ്രധാനപ്പെട്ട ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. സാധാരണ നമ്മുടെ നാട്ടിലുള്ള മലയാളികളായ സലഫികൾ, മുജാഹിദുകൾ അല്ലെങ്കിൽ വഹാബികൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ വിഭാഗം ലോകത്ത് സൗദി അറേബ്യയിലൊന്നും ആരും നബിദിനം ആഘോഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് സാധാരണക്കാരായ ആളുകളെ വഞ്ചിക്കാറുണ്ട്. അവർക്ക് ഒരു തിരിച്ചടിയായിക്കൊണ്ടാണ് സൗദി അറേബ്യയിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പത്രത്തിലൂടെ വന്നിരിക്കുന്നത്. ആ പത്രത്തിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പ് യഥാർത്ഥത്തിൽ 2 ഹറമുകളിലും മക്കയും മദീനയും അടങ്ങുന്ന ഹറമുകളിൽ കേരളത്തിലെ സുന്നികൾ വിശ്വസിക്കുന്ന അതേ വിശ്വാസധാര ഉൾക്കൊള്ളുന്നവരാണ് 99% ആളുകളും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഞാൻ മുമ്പൊരിക്കൽ ഒരു മൗലവിയോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് പരിശുദ്ധമായ മക്കയിലെയും മദീനയിലെയും ഹറമിലെ പള്ളികളിലേക്ക് ഇമാമുമാരായി നിശ്ചയിക്കുമ്പോൾ മക്കയിലെയും മദീനയിലെയും ആളുകൾ, അവിടെയുള്ള പണ്ഡിതന്മാരെ എന്തുകൊണ്ട് നിയമിക്കുന്നില്ല? പ്രത്യേകിച്ച് 2 ഹറമുകളിൽ വലിയ പവിത്രത ഇസ്ലാം നൽകുന്നുണ്ട്. അതുകൊണ്ട് അവിടെയുള്ള പണ്ഡിതന്മാരെ എന്തുകൊണ്ട് നിശ്ചയിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, അവിടെയുള്ള 99% അല്ലെങ്കിൽ 100% ഖുറാഫികളാകുന്നു. അഥവാ നമ്മുടെ കേരളത്തിലെ സുന്നികളെ കുറിച്ചൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മുടെയൊക്കെ ആദർശം ഉൾക്കൊള്ളുന്ന ആളുകളാണ് പരിശുദ്ധമായ മക്കയിലും മദീനയിലുമുള്ള മുഴുവൻ ആളുകളും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒരു സാധാരണ മൗലവിയല്ല, അദ്ദേഹം അവിടെ സ്വാലിഹുൽ ഫൗസാന്റെ ഒക്കെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു മൗലവി കൂടെയാണ്. എന്നാൽ അവിടെ ഈ ഏകദേശം 200 വർഷം മുമ്പാണ് ഈ സലഫി ഭരണകൂടം അല്ലെങ്കിൽ വഹാബി പ്രസ്ഥാനത്തിന്റെ കൈകളിലേക്ക് സൗദി അറേബ്യയുടെ ഭരണം എത്തുന്നത്, ഹറമുകളുടെയൊക്കെ ഭരണം അവരുടെ കയ്യിലെത്തുന്നത്. ആ സമയത്ത് സൗദ് കുടുംബവും അതുപോലെ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബും ഉണ്ടാക്കിയ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ മതകാര്യങ്ങളുടെ അധികാരമൊക്കെ കൈയാളുന്നത് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ സലഫികൾ എന്ന് പറയുന്ന വഹാബികൾ എന്ന് അറിയപ്പെടുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള സാധാരണ ആളുകൾക്ക്, അവിടെയുള്ള സുന്നികളായ വിശ്വാസികൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ പരസ്യപ്പെടുത്താൻ സാധിക്കുകയില്ല. അങ്ങനെ ചെയ്താൽ അവരെ തുറങ്കിലടക്കുകയും ഭീഷണിപ്പെടുത്തുകയും അവർക്ക് വലിയ ശിക്ഷ ഏർപ്പെടുത്തുകയൊക്കെ ചെയ്യും. കാരണം മതകാര്യത്തിന്റെ പൂർണ്ണ ചുമതലയുമുള്ളത് അവിടെയുള്ള ഈ പറയുന്ന വഹാബികൾ എന്ന് പറയപ്പെടുന്ന വിഭാഗത്തിനാണെന്ന് നമുക്കറിയാം. മസ്ജിദ് നബവിയിലോ മസ്ജിദ് ഹറമിലോ പരസ്യമായ ഒരു മൗലിദുകളും നടക്കാറില്ല. അതേ സമയത്ത് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ അനുയായികൾ ഭരണം പിടിച്ചടക്കുന്നതിന് മുമ്പ് ഈ ഹറമുകളിൽ കൃത്യമായ മൗലിദ് പാരായണം നടന്നിട്ടുണ്ട്. ആ മൗലിദ് പാരായണം നടന്ന ഗ്രന്ഥങ്ങൾ ജാമിയത്ത് മലിക് സഊദിൽ അതിന്റെ ലൈബ്രറിയിൽ ഓൺലൈനിൽ നിന്ന് നമുക്ക് പരിശോധിച്ചാൽ അവിടെ ചൊല്ലിയിരുന്ന മൗലിദ് ഗ്രന്ഥങ്ങൾ PDF കോപ്പിയായി നമുക്ക് ലഭിക്കും. ഞാൻ ഏതായാലും പറഞ്ഞു വരുന്നത് പ്രസക്തമായ അറബ് ന്യൂസിലേക്കാണ്. ജലീൽ കണ്ണമംഗലം എന്ന് പറയുന്ന ഒരു 24 ചാനലിന്റെ വളരെ പ്രശസ്തനായ ഒരു അവതാരകൻ ജലീൽ കണ്ണമംഗലം, അദ്ദേഹം മദീന പള്ളി റബീഉൽ അവ്വലിനോടനുബന്ധിച്ച് തുറന്നു കൊടുത്തു എന്ന് പറഞ്ഞപ്പോഴേക്ക് വലിയ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കിയ ആളുകൾ, വലിയ പ്രതിഷേധമുണ്ടാക്കിയ ആളുകൾ, അതിനെതിരെ വീഡിയോ ചെയ്ത ആളുകൾ, അദ്ദേഹത്തിനെതിരെ ആക്ഷൻ എടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ആളുകൾ. നമ്മുടെ കേരളത്തിലെ സലഫികൾ ചെയ്യേണ്ടത് അറബ് ന്യൂസിനെതിരെ, സൗദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് അവിടുത്തെ സൗദ് ഭരണകൂടത്തിലെ പ്രധാനപ്പെട്ട ഒരാളാണ് ഈ അറബ് ന്യൂസിന് നാമകരണം പോലും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ പ്രധാനപ്പെട്ട ഒരു ഇംഗ്ലീഷ് പത്രമാണ് അറബ് ന്യൂസ്. 1975 സൗദി അറേബ്യയിലെ ആദ്യ ഇംഗ്ലീഷ് പത്രമായി ആരംഭിച്ച ഒരു പത്രമാണ് അറബ് ന്യൂസ്. ഈ അറബ് ന്യൂസിനെതിരെ ഒരു പരാതിയുമായി ഇവിടെയുള്ള കേരളത്തിലുള്ള സെലഫികളൊക്കെ ഒരു പരാതി കൊടുത്ത് നിങ്ങളൊന്ന് വഷളാകണമെന്ന് നിങ്ങളോട് വിനീതമായി ആവശ്യപ്പെടുകയാണ്. ഏതായാലും നമുക്ക് ന്യൂസിലേക്ക് കടക്കാം. ന്യൂസ് ആരംഭിക്കുന്നത് തന്നെ more than 2 billion Muslims in the world regardless of sect or group. ഗ്രൂപ്പുകൾക്ക് അതീതമായി ലോകത്തുള്ള 2 ബില്യണിലധികം വരുന്ന മുസ്ലിമീങ്ങൾ ബിലീവ്, അവർ വിശ്വസിക്കുന്നു, ബിലീവ് ദാറ്റ് ലവിംഗ് ദി പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസ് എ ഫണ്ടമെന്റൽ ഇസ്ലാമിക് ടെം. അവർ വിശ്വസിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്നത് ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാന തത്വമായിട്ടാണ്. An innate feeling of closeness celebrated annually his birth month. ആ സ്വതസിദ്ധമായ
ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധമാവുന്ന വികാരം അത് സെലിബ്രേറ്റഡ് ആനുവലി ഇൻ ഹിസ് ബർത്ത് മന്ത്. അവരുടെ ഈ ജന്മമാസം ആഘോഷിക്കാൻ ആ ഒരു സെലിബ്രേഷൻ, ആ ഒരു ആഘോഷത്തിന് അവർക്ക് പ്രേരണ നൽകുന്നത് അത് ഈ ഒരു സ്നേഹമാണ് എന്നാണ് ഇവിടെ പത്രം സൂചിപ്പിക്കുന്നത്. ജലീൽ കണ്ണമംഗലത്തിന്റെ വാർത്ത വിവാദമാക്കിയവർ അടുത്ത ഖണ്ഡിക അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിത്ത് സൗദി അറേബ്യ റീസെന്റ് ലിഫ്റ്റിംഗ് ദി ബാൻ ഓൺ വിസിറ്റിംഗ് ദി പ്രൊഫറ്റ്സ് മോസ്ക് ഇൻ മദീന. മദീന പള്ളിയിൽ നിലവിലുണ്ടായിരുന്ന ആ വിലക്ക്, അതായത് കോവിഡുമായി ബന്ധപ്പെട്ട് മാസങ്ങളോളം പള്ളി സന്ദർശകർക്ക് വിലക്കിയിരുന്നു. എന്നാൽ ആ വിലക്ക് നീക്കം ചെയ്യുകയാണ്. കോയിൻസൈഡിങ് വിത്ത് ദി പ്രൊഫറ്റ്സ് മന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസം, അതായത് റബീഉൽ അവ്വൽ മാസത്തിനോട് അനുബന്ധിച്ചാണ് ഈ ഒരു സംഭവം അത് എടുത്തു കളഞ്ഞിരിക്കുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹവും പറഞ്ഞത്. പക്ഷെ പത്രവും ഇങ്ങനെ തന്നെ പറയുന്നു. ഒരുപാട് കാലം നിങ്ങൾക്കൊന്നും ഇത് മൂടിവെക്കാൻ കഴിയില്ല. ലോകത്തിന്റെ എല്ലാ രാഷ്ട്രങ്ങളിലും ഏത് ഗ്രൂപ്പുകൾ വ്യത്യാസമില്ലാതെ ലോകത്ത് മുഴുവനുമുള്ള മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ആഘോഷിക്കുന്നു എന്ന് ലോകത്തുള്ള മുഴുവൻ ചരിത്രങ്ങളും പഠനങ്ങളും പത്രങ്ങളും നമ്മുടെ മുന്നിൽ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നവർ പറയാറുള്ളത്, സാധാരണക്കാരെ വഞ്ചിക്കാറുള്ളത് റബീഉൽ അവ്വൽ 12-നാണോ എന്ന് തന്നെ അറിയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം. അതിനുവേണ്ടി ഈ പറയുന്ന കുറെ തട്ടമിട്ട കുറെ സൗദി അറേബ്യയിലെ സെലഫി പണ്ഡിതന്മാരുടെ വീഡിയോ അത് ട്രാൻസ്ലേറ്റ് ചെയ്തും അടിക്കുറിപ്പ് മലയാളത്തിൽ കൊടുത്തും സാധാരണക്കാരെ വഞ്ചിക്കാറുണ്ട്. എന്നാൽ അതിനെല്ലാം ചോദ്യം ചെയ്യുന്ന രൂപത്തിലാണ് പത്രത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ലേഖനത്തിനെതിരെ, അവിടെ കുറെ സെലഫി പണ്ഡിതന്മാരുണ്ടല്ലോ, നിങ്ങൾക്ക് അധികാരവുമുണ്ടല്ലോ, എന്നാൽ ഈ പത്രത്തിനെതിരെ ആക്ഷൻ നിങ്ങൾ എടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കേരളത്തിലെ സെലഫികൾ തന്നെ അതിന് തയ്യാറാവട്ടെ എന്ന് കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ പത്രം പറയുന്നു, ദ പ്രൊഫറ്റ്സ് ബർത്ത്ഡേ ഈസ് ഫിക്സഡ് ബൈ ട്രഡീഷൻ ആസ് ദി 12th day of the month of Rabiul Awwal. റബീഉൽ അവ്വലിന്റെ 12-നാണ് അത് ചരിത്രപരമായി തന്നെ ആ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിവസമായി കണക്കാക്കി പോരുന്നത്. ഇൻ ദി ഹിജാസ് റീജിയൻ ഓഫ് വെസ്റ്റേൺ സൗദി അറേബ്യ, സൗദി അറേബ്യയുടെ പടിഞ്ഞാറ് ഭാഗം, മക്കയും മദീനയൊക്കെ അടങ്ങുന്ന ഹിജാസിന്റെ ഭാഗം, many people consider Rabiul Awwal a month of celebration. മക്കയും മദീനയും അടങ്ങുന്ന സൗദി അറേബ്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രദേശങ്ങളിലുള്ള മഹാഭൂരിഭാഗം വരുന്ന മുസ്ലിമീങ്ങളും മഹാഭൂരിഭാഗം വരുന്ന ആളുകളും ഈ റബീഉൽ അവ്വൽ മാസത്തിന് അവർ കാണുന്നത് എ മന്ത് ഓഫ് സെലിബ്രേഷൻ, അതൊരു ആഘോഷത്തിന്റെ മാസമായിട്ടാണ്. റബീഉൽ അവ്വലിന്റെ ആ രാത്രികൾക്ക് പ്രത്യേകമായ മഹത്വമുണ്ടോ ഇല്ലയോ എന്നത് മറ്റൊരു ചർച്ച. പക്ഷെ ലേഖകൻ പറയുന്നു, ഇറ്റ് ഈസ് റിട്ടൺ. ഇബ്നു കസീർ എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ, ഹാഫിദ് ഇബ്നു കസീർ, അദ്ദേഹം പറയുന്നു, ദ നൈറ്റ് ഓഫ് ദി പ്രൊഫറ്റ്സ് ബർത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ രാത്രി, ആ ഒരു ദിവസം, മാഗ്നിഫിസന്റ്, നോബിൾ, ബ്ലെസ്ഡ് ആൻഡ് ഹോളി നൈറ്റ്, അതൊരു പുണ്യമുള്ള, അതൊരു അനുഗ്രഹീത വിശുദ്ധ രാത്രിയാണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഇതൊക്കെയാണ് സാധാരണ നമ്മളോട് നിങ്ങൾ ഗൾഫിൽ വന്നൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് അറബിയിൽ പറയുമോ എന്ന് ഇവിടെയുള്ള മുജാഹിദ് കുഞ്ഞാടുകൾ സുന്നി പണ്ഡിതന്മാരോടും ഞങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്. പക്ഷെ ഞങ്ങൾ ആരും ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട, ഇംഗ്ലീഷിൽ സൗദി അറേബ്യയുടെ പത്രം തന്നെയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് തിരുത്താൻ, മക്കയിലെയും മദീനയിൽ നിന്നും ഇറങ്ങുന്ന പത്രം തിരുത്താൻ ആണത്തമുള്ള വഹാബികൾ സൗദിയിലോ അല്ലെങ്കിൽ അത് കേരളത്തിലോ ഉണ്ടെങ്കിൽ അതൊന്ന് ഞങ്ങൾക്കൊന്ന് കാണേണ്ടതുണ്ട്. നിങ്ങൾ അതൊന്ന് തിരുത്തിക്കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയാണ്. തിരുത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അതിനർത്ഥം എന്താണെന്ന് ഇത് കേൾക്കുന്ന എന്റെ സാധാരണക്കാരായ ആളുകളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് വായിച്ച കൂട്ടത്തിൽ സലഫി പ്രസ്ഥാനത്തിന്റെ വലിയ പണ്ഡിറ്റുകളൊക്കെ ഈ പത്രം വായിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കാർക്കും ഒരാക്ഷേപം എടുക്കാൻ ഇതിനെതിരെ സാധിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം മക്കയും മദീനയും എന്ന് പറയുന്ന അവിടുത്തെ പോപ്പുലേഷൻ, ജനങ്ങൾ അവരുടെ സലഫി ആദർശത്തിനോട് ഒരു നിലയിലും യോജിക്കാത്തവർ മാത്രമാണ്. പക്ഷെ ഭരണകേന്ദ്രങ്ങൾ അവരുടെ കയ്യിലായതുകൊണ്ട് അവർ അവിടെ നടത്തുന്ന ചില പ്രത്യക്ഷത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അത് ഭരണത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് ആണ് എന്നല്ലാതെ അവിടുത്തെ ജനങ്ങളുടെ മനസ്സ് മാറ്റാൻ 2 നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഈ സലഫി പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് സാധിച്ചിട്ടില്ല എന്നത് സത്യമാണ്. വലിയ ശിക്ഷകളൊക്കെ നൽകിയിട്ടുണ്ടെങ്കിലും അതൊന്നും മാറ്റിത്തിരുത്താൻ
പരിശുദ്ധമായ മണ്ണിൽ നിന്ന് അവർക്കായിട്ടില്ല. അത് ഇപ്പോഴും സുന്നികളുടെ മനസ്സ് തന്നെയാണ്. ഹറം മുഅ്തസിലികളുടെ കയ്യിലുള്ളപ്പോഴും ഖറാമിത്തയുടെ കയ്യിൽ ഉള്ളപ്പോഴും അതുപോലെ വഹാബികളുടെ കയ്യിലുള്ളപ്പോഴും ആ ഹറമിലുള്ള ജനങ്ങളുടെ മനസ്സ് മാറ്റാൻ അവർക്കൊന്നും സാധിച്ചിട്ടില്ല. നമുക്കറിയാം, പഴയ കാലത്ത് മുഅ്തസിലികൾ എന്ന് പറയുന്ന പുത്തൻ ചിന്താഗതിക്കാരായിരുന്നു ഹറമിന്റെ ഭരണമെങ്കിൽ. അതുപോലെ തന്നെ ഹറമിന്റെ ഹജറുൽ അസ്വദ് കട്ടുകൊടുത്തു പോയിരുന്ന ഖറാമിത്തകൾ, അവരുടെ കയ്യിലും അവിടെയുള്ള പ്രദേശങ്ങൾ ചില സമയങ്ങളിലെങ്കിലും ഭരണമുണ്ടായിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും അവരുടെ ആശയങ്ങൾ മക്കയിലെയും മദീനയിലെയും അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട ആ സമൂഹത്തിനിടയിൽ പ്രചരിപ്പിക്കാനോ അവരെ മനസ്സ് മാറ്റിയെടുക്കാനോ അവർക്ക് സാധിച്ചിട്ടില്ല. ഭരണതലങ്ങളിൽ അടിച്ചമർത്തലുകളും പണ്ഡിതന്മാരെ ഒക്കെ ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവർക്കൊന്നും അവരുടെ ഒന്നും മനസ്സ് മാറ്റാൻ സാധിച്ചിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. പക്ഷെ കേരളത്തിൽ നിന്ന് പോകുന്ന സാധാരണക്കാരായ മലയാളികൾക്ക് പ്രത്യക്ഷത്തിൽ ഇതൊന്നും കാണാൻ കഴിയാത്തത് കൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ പുത്തൻവാദികളുടെ ഭരണം ആയതുകൊണ്ട് അവിടെ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയില്ല. പക്ഷെ അവർ തെറ്റിദ്ധരിച്ചു പോയി. അവിടെ അതിനെ അംഗീകരിക്കുന്നവരല്ല. സൗദി അറേബ്യയിലും ഹറമിലുള്ള ആളുകളൊക്കെ നബിദിനാഘോഷത്തിന് എതിരാണെന്ന് ധരിച്ചു പോയത് തീർച്ചയായും നിങ്ങൾ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്ന് ഇനിയെങ്കിലും നിങ്ങൾ തിരുത്തി മനസ്സിലാക്കേണ്ടതുണ്ട്. പത്രത്തിൽ വീണ്ടും പറയുന്നു, ഇറ്റ് ഈസ് എ സിമ്പിൾ സെലിബ്രേഷൻ വേർ we gather to hear of Sira and listen to Mother. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന കേൾക്കുക, അവിടുത്തെ ചരിത്രം പറയുക, ഇതൊക്കെ ഒരു ചെറിയ രൂപത്തിലുള്ള മൗലിദ് ആഘോഷത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് അവർ പറയുന്നു. ഗദ്യത്തിലൂടെ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുമ്പോൾ അതിൽ കുറെ സമയമാകുമ്പോൾ മടുപ്പ് വരുന്നത് കൊണ്ട് തന്നെ ഇടയിൽ പദ്യങ്ങളും ഗദ്യങ്ങളുമായിട്ടാണ് മൗലിദ് പാരായണം ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മുടെ കേരളത്തിലൊക്കെ നമ്മൾ നടത്തുന്ന ബർസഞ്ചി മൗലിദാണെങ്കിലും അതുപോലെ തന്നെ മങ്കൂസ് മൗലിദാണെങ്കിലും ഇതെല്ലാം പദ്യങ്ങളും ഗദ്യങ്ങളും സമ്മിശ്രമായിട്ടാണ്. കാരണം മടുപ്പില്ലാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് ഈ പത്രം തന്നെ സൂചിപ്പിക്കുന്നു. Some of the best known texts read during Maulid in Saudi Arabia are those by Al-Sakhawi Al-Barzanji. സൗദി അറേബ്യയിലെ മൗലിദുകൾക്കിടയിൽ അവർ പാരായണം ചെയ്യുന്ന മൗലിദുകൾ അത് സഹാവി, അതുപോലെ ബർസഞ്ചി, കൗക്കജി തുടങ്ങിയിട്ടുള്ള മൗലിദുകളാണെന്നും പത്രക്കാരൻ സൂചിപ്പിക്കുകയാണ്. പിന്നെ ചില ആളുകൾ ഉന്നയിക്കുന്ന ചില സംശയങ്ങൾക്കുള്ള മറുപടി കൂടെ അദ്ദേഹം ഇബ്നു തൈമിയയുടെ ഉദ്ധരണി വെച്ചുകൊണ്ട് കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, although some people question the religious validity of such celebrations, ഇത്തരത്തിലുള്ള ആഘോഷങ്ങളുടെ മതപരമായ അടിസ്ഥാനം ചില ആളുകൾ ചോദിക്കാറുണ്ട്. എന്നാൽ ഇബ്നു തൈമിയ, one of the most well respected Islamic scholars, ഇസ്ലാമിക പണ്ഡിതന്മാരിൽ ഒരു പ്രമുഖനായ ഇബ്നു തൈമിയ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, the celebration of Maulid is good and in it there is great reward. അതിൽ നല്ലൊരു കാര്യമാണെന്നും അതിൽ വലിയ പ്രതിഫലമുണ്ട് എന്നും അദ്ദേഹം തന്നെ പറയുന്നു. as it motivates people to follow the prophet പെർഫെക്റ്റ് എക്സാമ്പിൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അക്ഷരാർത്ഥത്തിൽ അവിടുത്തെ നല്ല ചര്യകളെ പിൻപറ്റാൻ ഇത് ജനങ്ങൾക്ക് മോട്ടിവേഷൻ നൽകുന്നു, അവർക്ക് പ്രചോദനം നൽകുന്നു. ഇതൊക്കെ പറയുമ്പോൾ തന്നെ അദ്ദേഹം മറ്റൊരു കാര്യവും കൂടെ സൂചിപ്പിക്കുന്നു. സൗദിയുടെ ചരിത്രപരമായ ഒരു വിഷയങ്ങളിലേക്ക് കൂടെ സൂചന നൽകുന്നു. There were various places and mosques that used to carry out such activities. ഇത്തരത്തിലുള്ള മൗലിദുകൾക്കായി ചില സ്ഥലങ്ങളും ചില പള്ളികളും അതിനുവേണ്ടി തന്നെ പ്രത്യേകം സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല ലേഖകൻ പറയുന്നുണ്ട്, ഹജ്ജിന്റെയും ഉംറയുടെ ഒക്കെ വേളയിൽ പ്രത്യേകമായ മൗലിദ് സംഘടിപ്പിക്കാൻ വേണ്ടി വിദേശത്ത് നിന്ന് വരുന്ന, നമുക്കറിയാം യമനിൽ നിന്നും സിറിയയിൽ നിന്നും ഒക്കെയുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് അവിടെ മൗലിദ് സദസ്സിൽ ഒത്തുചേരാൻ പ്രത്യേകമായ സംവിധാനങ്ങൾ തന്നെ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം ഈ ലേഖനത്തിൽ പറയുന്നു. ഞാൻ ഈ ലേഖനം കൊണ്ടുവന്നത് ഒരുപാട് സാധാരണക്കാരായ ആളുകളെ ഈ സെലഫികൾ, മലയാളികളാകുന്ന വഹാബികൾ വഞ്ചിക്കാറുണ്ട്. നിങ്ങൾ ആരും ഇത്തരത്തിൽ വഞ്ചനയിൽ പെട്ടുപോകരുത്. ലോകത്ത് തന്നെ ഒരു മുസ്ലിം മെജോറിറ്റി രാഷ്ട്രം റബീഉൽ അവ്വൽ 12 അവധി നൽകാത്തതുണ്ടെങ്കിൽ അത് ഖത്തർ, സൗദി അറേബ്യ മാത്രമാണ്. ബാക്കി 50-ലപ്പുറം വരുന്ന മുസ്ലിം രാഷ്ട്രങ്ങൾ അതെല്ലാം ഈ റബീഉൽ അവ്വൽ മാസത്തിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്, അതിന് മാത്രം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതായിരുന്നാലും ജൂതന്റെ നിർദ്ദേശങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഈ വഹാബി പ്രസ്ഥാനം എന്ന് പറയുന്നത്, ഞാൻ പറയുകയല്ല, സൗദി അറേബ്യയുടെ കിരീടാവകാശി അദ്ദേഹം അമേരിക്കയിൽ വെച്ച് നടത്തിയ അഭിമുഖത്തിൽ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി, ഈ വഹാബി പ്രസ്ഥാനം എന്ന് പറയുന്ന സലഫി പ്രസ്ഥാനം
ഈ സലഫി പ്രസ്ഥാനം എന്ന് പറയാറുള്ള വഹാബി പ്രസ്ഥാനം, ആ വഹാബി പ്രസ്ഥാനത്തെ ഉണ്ടാക്കാനുണ്ടായ കാരണം അദ്ദേഹം പറയുന്നത് ശീതയുദ്ധകാലത്ത് റഷ്യക്കെതിരെ തിരിയാൻ വേണ്ടി പാശ്ചാത്യർ നിർമ്മിച്ചതാണ് എന്ന് അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നു. പാശ്ചാത്യരാണ് ഈ വഹാബി പ്രസ്ഥാനത്തിന് പ്രചോദനം നൽകിയത്, അതല്ലെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് എന്ന് അദ്ദേഹം തന്നെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സാഹിബുൽ ബൈത്തി അദ്റാ ബിമാ ഫിഹാ, അവർക്ക് തന്നെയാണ്, സൗദി ഭരണകൂടമാണ് അറിയുന്ന ആളുകൾ, അതുകൊണ്ട് അവർ തന്നെയാണ് ആ വിഷയം പറയേണ്ടത്. അത് അവിടുത്തെ കിരീടാവകാശി തന്നെ ഈ അടുത്ത് വ്യക്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം അത് തിരുത്തിയതായ ഒരു പ്രസ്താവനയും കണ്ടിട്ടില്ല. പക്ഷെ ചില ആളുകൾക്ക് വൈമനസ്യമുണ്ടായപ്പോൾ പല ആളുകളും അതിന് കോട്ടിങ്ങുകളും വിശദീകരണങ്ങളും ഒരു പത്രത്തിന് അദ്ദേഹം നൽകിയ അഭിമുഖത്തിന് ഒരുപാട് ശറഹുകളും ഒരുപാട് വ്യാഖ്യാനങ്ങളും പല മൗലവിമാരും നൽകിയെങ്കിലും മുഹമ്മദ് ബിൻ സൽമാൻ കിരീടാവകാശിയിൽ നിന്ന് അങ്ങനെയുള്ള ഒരു തിരുത്തുകളോ വിശദീകരണങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം അദ്ദേഹം സ്പഷ്ടമായും കൃത്യമായും സത്യസന്ധമായും ആ വിഷയം അവിടെയുള്ള ചാനലിന് അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ജൂതന്റെ അല്ലെങ്കിൽ പാശ്ചാത്യരുടെ ഈ സൃഷ്ടിയായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഈ ഒരു പ്രത്യേക ശാസ്ത്രത്തിന് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദാഘോഷത്തെ, അവിടുത്തെ ചരിത്രം പറയുന്നതിന്, അവിടുത്തെ മദീന പറയുന്നതിന് വിമർശിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിക്കുന്നത് ഇഷ്ടപ്പെടാത്തവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ തന്നെ അത് ജൂതന്മാരായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം. അതുകൊണ്ട് തന്നെ ഇതിന്റെ സത്യാവസ്ഥ നിങ്ങളൊക്കെ മനസ്സിലാക്കണം. ഇപ്പോൾ ലോകത്തിൽ നിന്നെല്ലാം നമുക്കിതിന്റെ സത്യസന്ധമായ പല അറിവുകളും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ലോകം മുഴുവൻ, ലോക മുസ്ലിങ്ങൾ മൊത്തം അത് സുന്നികളുടെ കൂടെ തന്നെയാണ് എന്ന് റബീഉൽ അവ്വലിൽ വീണ്ടും വിളിച്ചറിയിച്ചിരിക്കുകയാണ്. ഏതായാലും ഈ പത്രത്തിൽ ഈ ലേഖനം എഴുതിയ ആളുകൾക്ക് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരാൻ ഞാൻ ഒരിക്കലും മറക്കുന്നില്ല. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.